ജാതി അധിക്ഷേപത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സിദ്ധനാർ സർവീസ് സൊസൈറ്റിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം.പി. രാജു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ജാതിയുടെയും നിറത്തിന്റെയും പേര് പറഞ്ഞ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, അതായത് ദന്തൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി, അഞ്ചരക്കണ്ടിയിൽ നിതിൻ രാജ് എന്ന് പേരുള്ള ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വാർത്തയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലുള്ളിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധനാർ സർവീസ് സൊസൈറ്റിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എം.പി. രാജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എം.പി. രാജു, ഈ മരണത്തെ ഇന്നുള്ള പ്രതിഷേധം നിങ്ങൾ അറിയിക്കുന്നത്, പ്രത്യേകിച്ച് ജാതിയൊക്കെ എടുത്തു പറഞ്ഞ ഈ കാലഘട്ടത്തിൽ? സാംസ്കാരിക കേരളമെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ ഈ നാട്ടില് ഇത്തരത്തിലുള്ള സംഭവങ്ങള് ഇതിനു മുമ്പും അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂര് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജില് BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ്, അത് പുറത്തു വെച്ചൊന്നുമല്ല, കോളേജ് കെട്ടിടത്തിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരം ആകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും സമാന രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഒക്കെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജില് ഒരു വിദ്യാർത്ഥി ഇതുപോലെ മരണപ്പെടുകയുണ്ടായി. ഇതിനു മുമ്പ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ വളരെ ഏറെ ശ്രദ്ധ നേടിയ ഒരു സംഭവമാണ് രോഹിത് വേമുല എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഗവേഷണ വിദ്യാർത്ഥി. അതുമൊക്കെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ അതുപോലെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന പലരുടെയും ഷഡുലതാപരമായ പ്രസ്താവനകൾ കൊണ്ട് പലർക്കും പറ്റിപ്പോയ കാര്യങ്ങളാണ്. പല വിദ്യാർത്ഥികളും, ഞങ്ങളുടെ പല കുട്ടികളും അത്തരം ഒരു മാർഗം സ്വീകരിക്കേണ്ട സാഹചര്യം വന്നു. ഇവിടെ നമുക്കറിയാം, അധ്യാപകര് ഉൾപ്പെടെയുള്ളവര് ഈ വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് ഒക്കെ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയും. തീർച്ചയായിട്ടും ഇതൊന്നും ഒരു സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഒരു സംഘടനയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതൊന്നും ഞങ്ങൾക്ക് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനെതിരെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരം പ്രസ്താവനകൾ, ഇത്തരം വീഴ്ചകൾ ആരുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നാളെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏപ്രിൽ 14 മഹാനായ ഡോക്ടർ അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടന ശില്പി, അധസ്ഥിത വർഗത്തിൽ നിന്നുള്ള ഒരു മഹാനുഭാവൻ, തന്റെ തിക്തമായ അനുഭവങ്ങൾ കൊണ്ട് നാളുകളിൽ തന്റെ ആളുകൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഈ നിയമസംഹിതയിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ഒരാളുടെ ജന്മദിനമാണ്, ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനമാണ് നാളെ. ആ സുദിനത്തോടടുത്താണ് ഇത്തരം ഉള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് വേദനാജനകമായ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ശക്തമായ ഇതിനെതിരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ആരെങ്കിലും ആവിർഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, അട്രോസിറ്റി അനുസരിച്ച് പട്ടികജാതിക്കാരെ ഏതെങ്കിലും തരത്തിൽ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ദ്രോഹിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ അട്രോസിറ്റി വകുപ്പ് ചേർത്തുകൊണ്ട് കേസുകൾ എടുക്കാം. അത്തരത്തിൽ കേസ് ഇപ്പോ ഇതിന് കാരണക്കാരായ അല്ലെങ്കിൽ ഇതിന് ആരോപണ വിധേയരായ ആളുകളുടെ പേരിൽ എടുത്തിട്ടുണ്ട് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇത്തരക്കാരെ രംഗത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുണ്ടായ അനുഭവത്തിന് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന തരത്തിൽ, മേലിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് സിദ്ധനാർ സർവീസ് സൊസൈറ്റി ഉൾപ്പെടെ സമാന ചിന്താഗതിയുള്ള ഞങ്ങളുടെ സഹോദര സംഘടനകളെ ചേർത്തുകൊണ്ട് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ തന്നെ ശക്തമായ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.